സോ നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ് ഫൈൻഡ് ഓൾ പ്രൈം ഐഡിയൽസ് ആൻഡ് മാക്സിമം ഐഡിയൽ ഓഫ് സെറ്റ് 6. ഫൈൻഡ് ആൾ പ്രോം ഐഡിയൽസ് ആൻഡ് മാക്സിമം ഐഡിയൽസ് ഓഫ് സെറ്റ് 12 കണ്ടുപിടിക്കണം. സോ സെറ്റ് 12 ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? സെറ്റ് 12 വന്നിട്ടുണ്ട്. സെറ്റ് 12 ആരൊക്കെയുള്ളത് നമുക്കറിയാം. ആരൊക്കെയുള്ളത്? 0 1 2 3 4 5 6 7 8 9 10 11 12 ഇല്ല. 12 എന്ന് വെച്ചാൽ തന്നെയാണ് 0 തന്നെയാണ് അല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് എന്താ അറിയാം? ഓട്ടോമാറ്റിക്കലി സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞിട്ടുള്ള ആരുണ്ടാവും? ഒരു ഐഡിയൽ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞ ഐഡിയൽ ആരാ? ഐഡിയൽ ജനറേറ്റഡ് ബൈ 0 ആണ്. ഇനി സെറ്റ് 12 എല്ലാ ഐഡിയൽസും എന്തായിരിക്കും? ജനറേറ്റഡ് ബൈ സിംഗിൾ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഐഡിയ ജനറേറ്റഡ് ബൈ 1 എന്ന് പറയണത് ഓട്ടോമാറ്റിക്കലി ആരാ? ഐഡിയ ജനറേറ്റഡ് ബൈ 1 എന്ന് പറയണതും ഐഡിയൽ ജനറേറ്റഡ് ബൈ 5 എന്ന് പറയണതും ഐഡിയൽ ജനറേറ്റഡ് ബൈ 7 എന്ന് പറയണതും ഐഡിയൽ ജനറേറ്റഡ് ബൈ 11 എന്ന് പറയുന്നത് ആരെന്നെയായിരിക്കും? സെറ്റ് 12 ആയിരിക്കും. കാരണം ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? 1 5 7 11 ജി സി ഡി എന്ന് പറയണത് ജി സി ഡി വിത്ത് 1,12 ഈക്വൽ ടു ജി സി ഡി ഓഫ് 5,12 ഈക്വൽ ടു ജി സി ഡി ഓഫ് 7,12 ഈക്വൽ ടു ജി സി ഡി ഓഫ് 11,12 ഈക്വൽ ടു 1 തന്നെയാണ് അല്ലേ? ദറ്റ് മീൻസ് ഈ എലമെൻസിൻ്റെ എല്ലാം ഓർഡർ അതായത് 1-ൻ്റെയും 5-ൻ്റെയും 7-ൻ്റെയും 11-ൻ്റെയും ഓർഡർ തന്നെയായിരിക്കും, 12 തന്നെയായിരിക്കും. ഓക്കെ, നൗ ഐഡിയ ജനറേറ്റഡ് ബൈ 2 എന്ന് പറയണതിൽ ആരൊക്കെ ഉണ്ടാവുക? ഐഡിയ ജനറേറ്റഡ് ബൈ 2-ൽ 0 2 4 6 8 10 വരെ ഉണ്ടാവും. അല്ല, എത്ര എലമെൻറ്റ്സ് ഉള്ള? 1 2 3 4 5 6 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഇനി ഇതിൽ തന്നെ ഈ 4-ൻ്റെ ഓർഡർ 3 ആണ്. ഓക്കെ, സോ ഐഡിയ ജനറേറ്റഡ് ബൈ 4 എന്ന് പറയണത് ഈക്വൽ ടു 0, 4, 8, 4 + 8 പിന്നെ 12 0 വരിക 0, 4, 8 തന്നെയാണ്. ഇനി ഐഡിയ ജനറേറ്റഡ് ബൈ 6 എന്ന് പറയണത് 0, 6 ആണ്. ഇനി നമുക്ക് ഐഡിയ ജനറേറ്റഡ് ബൈ 8 എന്ത് തന്നെയാണ് വരും? ഐഡിയ ജനറേറ്റഡ് ബൈ 8 വരാൻ പോകുന്നത് എന്തിനാണ് എക്സാക്ട്ലി? 0, 8, 16 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. 0, 8, 4 പ്ലസ് ഇത് രണ്ടും എന്തിനാണ്? ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി 0-ൻ്റെ കേസായി, 2-ൻ്റെ കേസായി, 4-ൻ്റെ കേസായി, 6-ൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്തു, 8-ൻ്റെ കേസ് കൺസിഡർ ചെയ്തു, 10-ൻ്റെ. ഓക്കെ, ഐഡിയ ജനറേറ്റഡ് ബൈ 10 എന്താ വരാൻ പോണേ? ഐഡിയ ജനറേറ്റഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ ആയിരിക്കാം? ഒന്ന് 10 തന്നെ. 10 + 10 ചെയ്താൽ 20 ആവും. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിലോ 12 എടുത്താൽ 8 ആവും. 10 + 8 16 ആവും. 6 ആവും. 6 + 10 6 ആവും. 4 ആവും. 2 ആവും. 0 ആവും. ഓക്കെ, ദിസ് ഇസ് എക്സാക്ട്ലി ആര് തന്നെയാണ്? ഐഡിയ ജനറേറ്റഡ് ബൈ 2 തന്നെയാണ്. ഓക്കെ, സോ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു? ഇതിനകത്ത് 0-ൻ്റെ ഐഡിയൽ കൺസിഡർ ചെയ്തു, 1-ൻ്റെ കൺസിഡർ ചെയ്തു, 2-ൻ്റെ കൺസിഡർ ചെയ്തു, 3-യുടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, 3-യുടെ എന്താ വരിക? ഐഡിയ ജനറേറ്റഡ് 3 എന്ന് പറയുന്നത് 0, 3, 6, 9 ആയിരിക്കും അല്ലേ? ഇതിൽ ദിസ് ഈസ് ഈക്വൽ ടു ആരിനെയാണ്? ഐഡിയ ജനറേറ്റഡ് ബൈ 9 തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് 9 ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക? 9 വരും. 9 + 9 18, 18 പറഞ്ഞാൽ 6 വരും. 6 + 9 15 വരും. 15 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 9 പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6 എന്താണെന്ന് ആൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ എന്തായി? എല്ലാ നമ്പറും ആയോ? 0 1 2 3 4 5 കൺസിഡർ ചെയ്തിട്ടുണ്ട്.
അല്ലേ? 6ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 7ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 8ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 9ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 10ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 11ൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഇതിൽ ആരൊക്കെയാണ് മാക്സിമൽ ഐഡിയൽ ആവുക എന്നുള്ള അറിയേണ്ടത്. ഓക്കെ, ഇതിൽ എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? ഐഡിയ ജനറേറ്റ് ബൈ 2 എത്ര എലമെൻറ്റ്സാണ് ഉള്ളത്? 0, 2, 4, 6, 8, 10 ആണ്. എത്ര എലമെൻറ്റ്സിൻ്റെ ഓർഡർ? സോ ഐഡിയ ജനറേറ്റ് ബൈ 2ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ? സോ നമുക്കെന്താ അറിയാവുന്ന കാര്യം, ഇതിനെ എടുക്കുമ്പോൾ Z12 കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് 2 എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്താ വരിക? 12/6 ആണെന്ന് വെച്ചാൽ എത്ര വരും? 2 വരും അല്ലേ? ദാറ്റ് മീൻസ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഐസോമോർഫിക് ടു ആരാണ്? Z2 ആണ്. ദാറ്റ് മീൻസ് ഐഡിയ ജനറേറ്റഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി മാക്സിമൽ ആയിരിക്കും. ഓക്കെ, ഇനി ഐഡിയ ജനറേറ്റഡ് 2 മാക്സിമൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഐഡിയ ജനറേറ്റഡ് ആരും മാക്സിമലാണ്? ഐഡിയ ജനറേറ്റഡ് 10 എന്തിനാണ്? മാക്സിമൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയയിലാണ് ഒരു മാക്സിമൽ ഐഡിയ കിട്ടിയത്. ഇനി 0,4,8 ചെയ്യുമ്പോൾ ഉണ്ടാവുക 0,4,8 ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്താ അറിയാം? 0,4,8നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയയിലാണ് ആര്? അതായത് ഐഡിയ ജനറേറ്റഡ് ബൈ 4നെ ഓട്ടോമാറ്റിക്കലി ആര് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഈസ് സബ്സെറ്റ് ഓഫ് ഐഡിയ ജനറേറ്റഡ് ആരാ? ഐഡിയ ജനറേറ്റഡ് 2 ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഇയാൾക്ക് എന്താവാൻ പറ്റില്ല? മാക്സിമൽ ആവാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. സോ ഐഡിയ ജനറേറ്റഡ് 4 എന്തല്ല? മാക്സിമൽ ഐഡിയൽ അല്ല. ഓക്കെ, ഇനി ഐഡിയ ജനറേറ്റഡ് 6ഓ? ക്ലിയർലി ഐഡിയ ജനറേറ്റഡ് 6 ഇവിടെ കണ്ടെയ്ൻഡ് ആണ്. ഐഡിയ ജനറേറ്റഡ് 6 കണ്ടെയ്ൻഡ് എന്തിനാണ്? സബ്സെറ്റ് ഓഫ് ഐഡിയ ജനറേറ്റഡ് 2 തന്നെയാണ്. സോ ഇതെന്തല്ല? ദിസ് ഈസ് നോട്ട് എ മാക്സിമൽ ഐഡിയൽ. ഇനി ഐഡിയ ജനറേറ്റഡ് ബൈ 3ഓ? ഐഡിയ ജനറേറ്റഡ് 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഐഡിയൽ കാണുന്നില്ല. മാത്രമല്ല എന്താണ് വരാൻ പോകുന്നത്? Z12 കോഷ്യൻ്റ് ഐഡിയ ജനറേറ്റഡ് 3 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ആരായിട്ട് വരാൻ പോണത്? Z3നോട് ഐസോമോർഫിക് ആവാൻ പോണേ. കാരണം ഇതിനകത്ത് 4 എലമെൻറ്റ്സ് ടോട്ടൽ 12, 12/4 3 വരുന്നത്. സോ Z3യോട് ഐസോമോർഫിക് ആണ് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ അയാൾ എന്തിനായി മാറും? മാക്സിമലായി മാറും. ദാറ്റ് മീൻസ് ഐഡിയ ജനറേറ്റഡ് ബൈ 3 എന്തിനാണ്? ഐഡിയ ജനറേറ്റഡ് 3 ഈസ് ഓൾസോ മാക്സിമൽ. സോ രണ്ട് മാക്സിമൽ ഐഡിയൽസ് കണ്ടു. ഒന്ന് ഐഡിയ ജനറേറ്റഡ് ബൈ 2ഉം ഒന്ന് ഐഡിയ ജനറേറ്റഡ് ബൈ 3യും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുക. ഓക്കെ, സോ ഒരു മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയായിരിക്കും? പ്രൈം ഐഡിയൽ തന്നെ ആയിരിക്കും. പിന്നെ സിംഗിൾട്ടൺ 0 എന്താവില്ല ഒരിക്കലും? പ്രൈം ഐഡിയൽ ഇവിടെ ആവാൻ പറ്റില്ല. പിന്നെ നമ്മൾ കണ്ട ഐഡിയൽസ് വേറെ ആരെങ്കിലും പ്രൈം ഐഡിയൽ ആവുമോ? ഐഡിയ ജനറേറ്റ് ബൈ 4 പ്രൈം ഐഡിയൽ ആവുമോ? കാരണം 4 ഉണ്ട് ഇവിടെ. 2 × 2 ഗുണിച്ചാൽ 4 വരും. പക്ഷേ 2 × 2 ഇവിടെ ഇല്ല. സോ ഇത് പ്രൈം ഐഡിയൽ ആവില്ല. ഇനി 0 × 6 പ്രൈം ഐഡിയൽ ആവുമോ? 3 × 2 ചെയ്താൽ 6 ആവും. പക്ഷേ 2ഉം 3യും ഈ ഐഡിയലില്ല. ദാറ്റ് ഈസ് 6ഉം ഐഡിയ ജനറേറ്റ് ബൈ 2 6 എന്താവില്ല? പ്രൈം ഐഡിയൽ ആവില്ല. സോ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. സോ ചെയ്തൊന്ന് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് നോക്കുക? സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രൈം ഐഡിയൽസ് ആൻഡ് മാക്സിമം ഐഡിയൽസ് ഓഫ് Z2 Z ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. 5th ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തതാണ്. ഓക്കെ, 6th വെച്ച് ചെയ്യാം നമുക്ക്. ഓട്ടോമാറ്റിക് എന്താ 6th ചെയ്യാനുള്ള എന്താ? 6th ക്വസ്റ്റ്യൻ, let C element of find all Z element of Z3 such that Z cube x plus x cube plus x plus C is a field. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തന്നിരിക്കുന്ന ഈ പോളിനോമിയലിൽ സീന് എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിക്ക് പോസിബിലിറ്റി വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് C = 0 അല്ലേ? അടുത്തത് C = 1. അടുത്ത ആരാ? C = 2. ഇതാണ് 3 വാല്യൂസ് പോസിബിലിറ്റി ഉള്ളത്. C = 0 ആയാൽ പോളിനോമിയൽ എന്തായി മാറും? x³ + x² ആവും. C = 1 ആയ പോളിനോമിയൽ എന്തായി മാറും? x³ + x² + 1 ആവും. C = 2 കൊടുത്താൽ x³ + x² + 2 വരും. ഇനി x³ + x² ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഈ പോളിനോമിയൽ എന്താ? ദിസ് ഈസ് എ റെഡ്യൂസിബിൾ പോളിനോമിയൽ. കാരണം എന്താ? x × x² + x എന്ന് ക്ലിയർലി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ x² കോമൺ എടുത്തു കഴിഞ്ഞാൽ x² × x + 1 എഴുതാൻ പറ്റും. ദിസ് ഈസ് റെഡ്യൂസിബിൾ. ഓക്കെ, ഇനി x³ + x² + 1 ആണെങ്കിലോ x = 1 കൊടുത്താൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 1 + 1 + 1 കിട്ടും. ദാറ്റ് ഈസ് = 0 ആണ് ഇവിടെ Z3യിൽ അല്ലേ? ദാറ്റ് മീൻസ് എന്താണ്? 1 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ്. 3 ഡിഗ്രിയുള്ള പോളിനോമിയൽ ആകുമ്പോൾ റൂട്ട് ഉണ്ടെന്ന് കാണിച്ചാൽ ഓട്ടോമാറ്റിക് എന്തായി മാറും? അതൊരു ദാറ്റ് ഈസ് എ റെഡ്യൂസിബിൾ പോളിനോമിയലായി മാറും. ദാറ്റ് ഈസ് റെഡ്യൂസിബിളായി. ഇനി x³ + x + 2 എന്തുണ്ടാവുക? 0 ഉണ്ടെന്ന് നോക്കുക. എങ്ങനെ എന്താ? x = 0 കൊടുത്ത് എന്നിട്ടാവും 0 + 0 + 2 = 2 ആണ്. നോൺ 0 ആണ്.
1 + 1 + 2 4 കിട്ടി. ദാറ്റ് ഈസ് ആൾസോ മോഡിലെടുത്താൽ 1 ആയി മാറും. സോ നോൺ സീറോ ആണ്. ഇനി 2 കൊടുത്തുണ്ടാവുക 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 + 2 സ്ക്വയർ 4 + 2 അപ്പോൾ 16 വരും, 14 വരും അല്ലേ. 12 + 2 14 വരും. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിലോ 3 എടുത്താൽ 2 ആയി മാറും. ദാറ്റ് മീൻസ് ഇത് നോൺ സീറോ ആണ്. ദാറ്റ് മീൻസ് ഏത് പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ്? x³ + x² + 2 എന്ത് പോളിനോമിയലാണ്? ഇറഡ്യൂസിബിൾ ഇറഡ്യൂസിബിൾ ഇൻ സെറ്റ് 3 ഓഫ് x ആണ് അല്ലേ. ഇത് സെറ്റ് 3 ഓഫ് x ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായി വരണമെന്ന് കിട്ടി? നമുക്ക് =2 ആവണമെന്ന് കിട്ടി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോ ഫൈൻഡ് ഓൾ C എലമെൻറ്റ് ഓഫ് Z3 സച്ച് ദാറ്റ് എന്താ Z3 ഓഫ് x കോഷ്യൻ്റ് x³ + 3x² + 1 ഈസ് എ ഫീൽഡ്. ഇതിനകത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. സിയുടെ വാല്യൂസ് ഇവിടേക്ക് എന്താ സെയിം പോലെ തന്നെ സിയുടെ വാല്യൂസ് 0 കൊടുക്കാം, 1 കൊടുക്കാം, C = 0 കൊടുക്കാം, =1 കൊടുക്കാം, C = 2 കൊടുക്കാം. C = 0 കൊടുത്താൽ പോളിനോമിയൽ എന്തായി മാറും? C = 0 കൊടുത്താൽ പോളിനോമിയൽ എന്ന് പറയുന്നത് x³ + 1 ആണ്. x³ + 1 ആണ്. അടുത്തതിൽ 1 കൊടുത്താൽ x³ + x² + 1 ആണ്. അടുത്തതിൽ C = 2 കൊടുത്തു കഴിഞ്ഞാൽ x³ + 2x² + 1 ആണ്. x³ + 1ന് ഓട്ടോമാറ്റിക്കലി എന്താ x = 2 കൊടുത്താൽ എന്ത് കിട്ടും? നമ്മൾ ഓരോ വാല്യൂ കൊടുത്ത് നോക്കാൻ വേണ്ടത്. x = 0 കൊടുത്താൽ 1 വന്നു, റെഡ്യൂസ് 0 അല്ല. x = 1 കൊടുത്താൽ 2 വന്നു, റെഡ്യൂസിബിൾ അല്ല, റൂട്ടല്ല. x = 2 കൊടുത്തുണ്ടാവും 8 + 1 കിട്ടും. 8 + 1 = 9 ആണ്. 9 എന്ന് വെച്ചാൽ മോഡിലോ 3 എടുത്താൽ 0 ആയി മാറും. ദാറ്റ് മീൻസ് ഈ പോളിനോമിയലിൻ്റെ റൂട്ടാണ് ആര്? x = 2 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ പോളിനോമിയൽ എന്തായി മാറി? പോളിനോമിയൽ റെഡ്യൂസിബിളായി. ഇനി ഈ പോളിനോമിയലിനോ ക്ലിയർലി ഇവിടെ നിന്ന് കാണാൻ പറ്റും. x = 1 കൊടുത്താൽ എന്താ കിട്ടുക? 1 + 1 + 1 ആണ് കിട്ടുക എന്ന് വെച്ചാൽ എന്താ കിട്ടാൻ പോകുന്നത്? 0 ആണ്. ദാറ്റ് മീൻസ് ഈ പോളിനോമിയൽ എന്തിനാണ്? റെഡ്യൂസിബിൾ ആണ്. ഇനി ഈ കേസിൽ നോക്കുക. x = 0 കൊടുത്താൽ ഉണ്ടാവുക 0 + 0 + 1 ആണെന്ന് വെച്ചാൽ 1 കിട്ടി. ഇനി x = 2 കൊടുത്താൽ 8 + 2 × 2² 8 + 1 ആണ് എന്ന് വെച്ചാൽ 16 17 ആണ്. 17 മോഡിലോ 3 എടുത്താൽ 2 കിട്ടും, 0 അല്ല. അടുത്തത് 1 വെച്ച് കൊടുത്താൽ 1 + 2 + 1 ആണ്, 4 ആണെന്ന് വെച്ചാൽ മോഡിലോ എടുത്താൽ 1 കിട്ടും. ദാറ്റ് മീൻസ് ഈ പോളിനോമിയൽ എന്താണ്? ഇറഡ്യൂസിബിൾ ആണ്. ദിസ് ഈസ് ഇറഡ്യൂസിബിൾ. സോ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? C = 2 ആണ് കൊടുക്കേണ്ടത്. സോ ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തെന്താ വെച്ചിരിക്കണേ? മാർക്ക് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൂ ഓർ ഫോൾസ് എന്ന് വെച്ചിരിക്കുന്നത്. എവറി പ്രൈം ഐഡിയൽ ഓഫ് എവറി കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റ് ഈസ് മാക്സിമൽ. എന്താ അതിൻ്റെ ഉത്തരം? എല്ലാ പ്രൈം ഐഡിയലും മാക്സിമൽ ഐഡിയൽ ആവുമോ? നമ്മളെന്താ കണ്ടത്? എല്ലാ പ്രൈം ഐഡിയൽ എന്താവില്ല? മാക്സിമൽ ഐഡിയൽ ആവില്ല. നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ. ദാറ്റ് ഈസ് അപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് ആണ്. ഫോൾസ് ആണ്. ഇതിനെ കാണിക്കുക. കൗണ്ടർ എക്സാമ്പിൾ എന്താ നമ്മുടെ കയ്യിൽ? ഒരു കൗണ്ടർ എക്സാമ്പിൾ ഉള്ളത് സിംഗിൾട്ടൺ 0 ഇൻ Z എടുത്താൽ അതെന്താണൊരു പ്രൈം ഐഡിയലാണ്, പക്ഷെ എന്തല്ല നോട്ട് മാക്സിമൽ. ഓക്കെ. ഇനി അടുത്ത കാണിക്കാവുന്നതാ ഷോ എവരി മാക്സിമൽ ഐഡിയൽ ഓഫ് എവരി കമ്മ്യൂട്ടേറ്റർ റിംഗ് വിത്ത് യൂണിറ്റ് ഈസ് എ പ്രൈം ഐഡിയൽ. അത് ട്രൂ ആണ്. അത് നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്താണ്. എന്താണ്? എല്ലാ മാക്സിമൽ ഐഡിയലും എടുത്താലും എന്ത് കിട്ടും? F/m എന്ന് പറയുന്നത് ഫീൽഡ് ആവും. ഫീൽഡ് ആയതുകൊണ്ട് എന്തായാലും ഇൻ്റഗ്രൽ ഡൊമൈൻ ആവും. ദാറ്റ് മീൻസ് അത് ട്രൂ ആണ്. ഇനി Q ഈസ് ഇറ്റ്സ് ഓൺ പ്രൈം സബ് ഫീൽഡ് അല്ലേ. നമ്മൾ കണ്ടാണ് Q ആണ് ഏറ്റവും ചെറിയ ക്യാരക്ടറിസ്റ്റിക് 0 ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ആൾ Q ആണ്. സോ അതിൻ്റെ പ്രൈം ഫീൽഡ് അത് തന്നെയാണ്. സോ ട്രൂ ആണ്. ദ പ്രൈം സബ് ഫീൽഡ് ഓഫ് C ഈസ് R. പ്രൈം സബ് ഫീൽഡ് ഓഫ് C R അല്ല, ആരാണ്? Q ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സിയുടെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. 0 ക്യാരക്ടറിസ്റ്റിക്കുള്ള എല്ലാത്തിൻ്റെയും പ്രൈം ഫീൽഡ് എന്ന് പറയുന്നത് ആരാണ്? Q ആണ്. ഓക്കെ. നൗ എവറി ഫീൽഡ് കണ്ടെയ്ൻസ് എ സബ് ഫീൽഡ് ഐസോമോർഫിക് ടു എ പ്രൈം ഫീൽഡ്. നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്താണ്. എല്ലാ ഫീൽഡ് എടുത്താലും എന്തുണ്ടാവും? ഒരു സബ് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കാരണം ഫീൽഡ് രണ്ട് തരത്തിലുള്ള, ഒന്നെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് P ആയിട്ടുള്ള ആൾക്കാർ. സോ രണ്ടിനകത്തും ഒന്നെങ്കിൽ Q ഉണ്ടാവും അല്ലെങ്കിൽ
സെഡ് പി ഉണ്ടാവും. സോ ഇത് ട്രൂ ആണ്. അടുത്തത് എ റിംഗ് വിത്ത് 0 ഡിവൈസസ് മേ കണ്ടെയ്ൻ വൺ ഓഫ് ദ പ്രൈം ഫീൽഡ്സ് ആസ് സബ് റിംഗ്. എ റിംഗ് വിത്ത് 0 ഡിവൈസസ് മേ കണ്ടെയ്ൻ നമ്മൾ കാണിക്കേണ്ടത് എന്താ? എ റിംഗ് വിത്ത് 0 ഡിവൈസസ് മേ കണ്ടെയ്ൻ വൺ ഓഫ് ദ പ്രൈം ഫീൽഡ്സ് ആസ് സബ് റിംഗ്. എന്താ ശരിയാവുമോ? നമ്മൾക്കറിയാം ആൾറെഡി എന്ത്, ഏത് പ്രൈം ഫീൽഡ് എടുത്താലും ഏത് ഫീൽഡ് ഒരു റിംഗ് എടുത്തിട്ട് അതിനകത്ത് പ്രൈം ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിനകത്ത് ആരുണ്ടോന്നെങ്കിൽ ക്യൂ ഉണ്ട് അല്ലെങ്കിൽ സെഡ് പി ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? ഈ രണ്ടാൾക്കാരും ഉണ്ടായാൽ പിന്നെ അതിനകത്ത് എന്താവാൻ പറ്റില്ല, 0 ഡിവൈസസ് ഉണ്ടായാൽ ശരിയാവില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി എവറി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 കണ്ടെയ്ൻസ് എ സബ് ഫീൽഡ് ഐസോമോർഫിക് ടു ക്യൂ. അത് ട്രൂ ആണ്. എല്ലാ ക്യാരക്ടറിസ്റ്റിക് 0 ഉള്ള ഫീൽഡിനകത്ത് ആരുണ്ട്? പ്രൈം ഫീൽഡായിട്ട് ആരുണ്ടാവും? ക്യൂ ഉണ്ടാവും. ദാറ്റ് മീൻസ് ട്രൂ ആണ്. Now if be a field f of x has no divisor of 0, every ideal of f of x is a prime ideal. Need not be true ആണ്. സോ ഫോൾസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, ലെറ്റ് എഫ് ബി എ ഫീൽഡ് എവറി ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ്. ഇതൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക, എന്താണ് റീസൺ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് എഫ് ബി എ ഫീൽഡ് എവറി ഐഡിയൽ ഓഫ് എഫ് എക്സ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. നമ്മൾ ഓൾറെഡി പ്രൂവ് ഇതാണ്. എഫ് ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും എന്നുള്ളത്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് എവറി പ്രിൻസിപ്പൽ ഐഡിയൽ ഓഫ് എഫ് എക്സ് ഇസ് മാക്സിമൽ. നമ്മൾ ഓൾറെഡി കണ്ടാണ് എല്ലാ പ്രിൻസിപ്പൽ ഐഡിയൽ എന്താവില്ല, മാക്സിമൽ ആവില്ല. ആരേ ആവുള്ളൂ? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്താവുള്ളൂ, മാക്സിമൽ ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇതെന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സോ ഈ ഒരു എച്ചിൽ മാത്രമാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടില്ലേ? ഫൈൻഡ് ദ മാക്സിമൽ ഐഡിയൽസ് ഓഫ് സെഡ് ക്രോസ് സെറ്റ്. സെഡ് ക്രോസ് സെറ്റിൻ്റെ മാക്സിമൽ ഐഡിയൽ എങ്ങനെയായിരിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളെടുക്കുന്നത് സെഡ് ക്രോസ് സെഡ് ആണ് അല്ലേ? നമ്മൾ മാക്സിമൽ ഐഡിയലാണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണം? അതേ കോഷ്യൻ്റ് നമ്മളെടുക്കുന്ന ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായി കിട്ടണം? ഐസോമോർഫിക് ടു സം ഫീൽഡായി കിട്ടണം അല്ലേ? പിന്നെ നോക്കുക, സെഡ് ആൾറെഡി അറിയാം സെഡിൻ്റെ എല്ലാ ഐഡിയലും എങ്ങനെ ഇരിക്കുക? എൻ സെഡ് രൂപത്തിലാണ് ഇരിക്കുക അല്ലേ? അപ്പോൾ സെഡ് ക്രോസ് സെഡിൻ്റെ ഐഡിയൽസ് ഇരിക്കാൻ പോകുന്ന രൂപം എങ്ങനെയായിരിക്കും? സം എൻ സെഡ് ക്രോസ് സം എൻ സെഡ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും ഇരിക്കാമെന്ന് ഉറപ്പാണ്. കാരണം ഇയാളുടെ ഐഡിയൽ എൻ സെഡ് രൂപത്തിലായിട്ടുള്ളത്, ഇയാളുടെ ഐഡിയൽ എൻ സെഡ് രൂപത്തിലുള്ളത്. സോ ഈ ഐഡിയൽ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ വെച്ച് നോക്കുക. അപ്പോൾ ഇനി നോക്കുക, മാക്സിമൽ ആവണം അല്ലേ? ഈ എൻ സെഡ് ഇവിടെ മാക്സിമലായി വരികയും ഈ എൻ സെഡ് ഇവിടെ മാക്സിമലായി വന്നാലേ ആ പോസിബിലിറ്റിക്കുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ മനസ്സിലാലോചിക്കുകയാണ്, ഇങ്ങനെ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. അതായത് പി സെഡ് ക്രോസ് പി സെഡ് എടുത്താൽ സെഡ് ക്രോസ് സെഡിൻ്റെ മാക്സിമൽ ആവുമല്ലോ എന്ന് നോക്കണേ. പക്ഷേ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി? ഇപ്പോൾ നമുക്ക് ഇയാളുടെയാണ് മാക്സിമൽ എന്ന് അറിയേണ്ടത്. ഇയാളുടെ മാക്സിമൽ ആണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആളുണ്ടാവും പാടില്ല. പക്ഷെ നമുക്ക് ആരെ കൊണ്ടുവരാൻ പറ്റും? പി സെഡ് ക്രോസ് സെഡ് എന്ന് പറഞ്ഞ ഐഡിയലിനെ കൊണ്ടുവരാം അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ ഇയാൾ എന്താവില്ല? മാക്സിമൽ നോട്ട് മാക്സിമൽ ഐഡിയൽ. സോ മാക്സിമൽ ഐഡിയൽ ഇരിക്കാൻ പോകുന്ന രൂപം എങ്ങനെയാണ്? ഈ രൂപത്തിലായിരിക്കും മാക്സിമൽ ഐഡിയൽ ഇരിക്കുക. ദാറ്റ് മീൻസ് പി സെഡ് ക്രോസ് സെഡ് ഓർ സെഡ് ക്രോസ് പി സെഡ് ഫോർമാറ്റിലാണ്. കാരണം ഈ സൈഡിൽ പി സെറ്റ് വന്നാൽ ഇതിനേക്കാളും വലുതായിട്ട് പിന്നെ ആരേ ഉള്ളൂ? സെഡേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എന്തായി മാറും? അത് സെഡ് ക്രോസ് സെറ്റായി മാറും. അതുപോലെ സെഡ് ക്രോസ് പി സെറ്റ് എടുത്താൽ ഈ സെക്കൻഡ് കോർഡിനേറ്റിൽ മാക്സിമൽ വരണമെങ്കിൽ എന്തായിരിക്കണം? അത് സെറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് സെഡ് ക്രോസ് സെറ്റ് ആയിരിക്കണം. സോ ഇതാണ് മാക്സിമൽ ഐഡിയൽസിൻ്റെ ഫോർമാറ്റ്. അതിലത്തെ എന്ത്? പി സെഡ് ക്രോസ് സെറ്റ് ഓർ സെഡ് ക്രോസ് പി സെറ്റ്. ഇനി പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി മാക്സിമൽ സെഡ് ക്രോസ് സെറ്റ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ശരിയാക്കി നമ്മൾ. അടുത്ത് ഫൈൻഡ് എ പ്രൈം ഐഡിയൽ ഓഫ് സെഡ് ക്രോസ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് മാക്സിമൽ. ഓക്കെ, പ്രൈം ഐഡിയൽ ഒരെണ്ണം കണ്ടുപിടിക്കണം മാക്സിമൽ അല്ലാത്തത് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് എളുപ്പത്തിൽ എന്തെടുക്കാം? പ്രൈം ഐഡിയൽ എടുക്കാൻ പറ്റില്ലേ? സെഡ് ക്രോസ് സിംഗിൾട്ടൺ 0. എന്തുകൊണ്ടാണ് പ്രൈം ഐഡിയൽ ആവണം? നമുക്ക് ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സെഡ് ക്രോസ് സെഡ് കോഷ്യൻ്റ് ഐഡിയൽ ജനറേറ്റ് ബൈ സെഡ് ക്രോസ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഐസോമോർഫിക് ടു ആരാന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? സെഡ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് സെഡ് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് ഇയാൾ എന്തായി മാറും? പ്രൈം ഐഡിയൽ ആവും ബൈ തിയറം. ഒന്നെങ്കിൽ ഇയാളെ എടുക്കാം, അല്ലെങ്കിൽ സിംഗിൾട്ടൺ 0 ക്രോസ് സെഡിനെ എടുക്കാം. രണ്ടും തന്നെയായിരിക്കും പ്രൈം ഐഡിയൽ ആയിരിക്കും. ഇയാളും പ്രൈം ഐഡിയൽ ആയിരിക്കും, ഇയാളും പ്രൈം ഐഡിയൽ ആയിരിക്കും.
ഇതെന്തായാലും മാക്സിമം അല്ല, കാരണം എന്താ ഉറപ്പായിട്ട് നമുക്ക് സെറ്റ് ക്രോസ് പി സി വി സെറ്റിന് സീറോ സെറ്റിനേക്കാളും വലുതാണ് ആര് പി സെറ്റ് ക്രോസ് സെറ്റ് എന്നുള്ള രൂപം അല്ലേ. സോ ക്ലിയർലി എന്താണ് ഇത് എന്ത് മാത്രമേ ആവുള്ളൂ, പ്രൈം ഐഡിയൽ മാത്രമേ ആവുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും കിട്ടി. ഇനി എടുക്കുന്നത് ഫൈൻഡ് എ നോൺ ട്രിവിയൽ പ്രോപ്പർ ഐഡിയൽ ഓഫ് സെറ്റ് ക്രോസ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് പ്രൈം. പ്രൈം അല്ലാത്തൊരു ഐഡിയൽ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പ്രൈം അല്ലാത്ത ഒരു ഐഡിയൽ